എൻ്റെ വീടാ, ഞാൻ അവിടുത്തെ കുടുംബനാഥനാ. ഇനി അതിൽ മുബീൻ്റെതായി എൻ്റെതായി ഇവർക്കാണ് ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറ്റമല്ലേ പെരുമാറിയത്. ലോറി ഉടമ എൻ്റെ അനിയൻ തന്നെയാണ്, അത് RC ഓണർ. എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ്. വാഹനപ്രാന്തനാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ. അങ്ങനത്തെ ആയിലിഞ്ഞിപ്പോൾ എന്താ ചേര് നമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കല്? എന്താ ആവശ്യമുള്ളത്? ഞാനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മ, നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം. ദയവ് ചെയ്തിട്ട് അതിനെ ആരും എല്ലാരും കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കുന്നു? ഒരു പറഞ്ഞ ഞാൻ കണ്ടിടത്തോളം ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത്. അത് തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത്. ഞാൻ ക്ഷമിച്ചിരിക്കണം അവരോട്. ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ ഇന്നെ അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല. എന്തായാലും പ്ലീസ്, അത്ര ഒന്നും ഇതായിട്ടില്ല. ഈ ഒരു മൊത്തം സംരംഭം 5 പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ വാപ്പൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രത്തോളം തെറി കേട്ട വ്യക്തി വേറെ ആരും ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ അർജുൻ്റെ അളിയനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. നമ്മളെ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിനെ കുറിച്ചിട്ട് ഇന്നലെ മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റണില്ല. എങ്ങനെയാണ് ഇത് ഇത്രയും സമയം ആയതിന് ഇങ്ങനെയും ഒരു നമ്മൾ പറയില്ലേ നന്ദിയില്ലാത്ത വർഗം അല്ലെങ്കിൽ നന്ദി കെട്ടവന് ഇങ്ങനൊന്നും മനുഷ്യന്മാരോട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്താ, ഇത്രയും സഹായിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയും പ്രതിസന്ധികളിൽ നിന്നിട്ട് ഈ ഒരു അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി മണ്ണിലാണോ അതായത് കരയിലാണോ വെള്ളത്തിലാണോ ഒന്നും നമുക്കറിയാതെ ഇത്രയും 10-72 ദിവസത്തോളം നമ്മൾ കാത്തു നിന്നു. ഈ അർജുന് കിട്ടണം, അർജുൻ രക്ഷപ്പെടണം, ജീവനോടെ തിരിച്ചു വരണം എന്നൊക്കെ തന്നെയായിരുന്നു നമ്മൾ ആദ്യം ദിവസങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന്നൊക്കെ ദിവസങ്ങൾ പോകും തോറും നമുക്ക് പിന്നെ നമുക്ക് മനസ്സിലായി ചിലപ്പോൾ അർജുനെ നമുക്ക് ജീവനോടെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ജീവനോടെ കിട്ടിയിട്ടില്ലെങ്കിലും അവൻ്റെ ജീവന് അറ്റ ശരീരമെങ്കിലും അവൻ്റെ വീട്ടിലെത്തണം എന്നുള്ള ഒരൊറ്റ നിശ്ചയത്തോടു കൂടി അല്ലെങ്കിൽ അവരൊറ്റ വാശിപ്പുറത്ത് നിന്നിരുന്ന ഒരാളാണ് ഈ ഒരു മനാഫ് എന്ന് പറയുന്നത്. അതായത് ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ആൾ. പക്ഷെ ആ ഒരു വ്യക്തിനെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അർജുൻ്റെ കുടുംബം ആ വ്യക്തിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷെ ഇന്നലെ വാർത്താ സമ്മേളനത്തിന് അതായത് മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ആ ഒരു മനാഫ് എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. എങ്ങനെ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ മാധ്യമങ്ങളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു വാർത്താ സമ്മേളനം കൊടുക്കാൻ തോന്നി? കാരണം എന്താ വെച്ചാൽ ഈ അർജുൻ്റെ ശരീരം സംസ്കരിച്ചിട്ട് നമ്മൾ പറയില്ലേ ഈ ചിത കത്തി തീരുന്നതിന് മുമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. കാരണം 1-2 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് തന്നെ ഈ അർജുൻ്റെ കുടുംബം ഇങ്ങനെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിട്ടൊക്കെ ഇങ്ങനെ എന്തിനാ ഈ ജനങ്ങളുടെ മുമ്പിൽ എന്തിനാ ഇങ്ങനെ നാറാൻ നിൽക്കുന്നത്? കാരണം ഞാൻ പറയില്ല ആ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിനോട് കൂടി ആ കുടുംബത്തിനോടുള്ള ഒരു മതിപ്പ്, അതായത് ആ കുടുംബത്തിനോടുള്ള സഹതാപമൊക്കെ നമുക്കെന്തായി നഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടതാണ്. ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫണ്ട് 70,000 രൂപ ഒന്നും അവന് തികയാത്തുന്ന ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് 1 കൊല്ലം 3 മാസമായി എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. ആകെ 1 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്, ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് നിയമപരമായിട്ട് പോകേണ്ടി വരും. കാരണം ഞങ്ങൾ കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനലുകളെ പിന്നെ നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ല. അയാളെ മനാഫ് ഖാനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷേ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബ അല്ല. ഇപ്പോൾ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഇപ്പോഴും പറയണം, പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? ഞങ്ങൾ കുറെ തവണ പറഞ്ഞാണ് നമ്മളോട് ചോദിക്കണ്ടേ? ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ?
എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇവർ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വിളിച്ചു പറയണത്. അതിൽ പറയണത് എന്താണ്, മനാഫ് യൂട്യൂബ് ചാനൽ തുടത്തി, അതായത് ഇപ്പം അതേമാതിരി തന്നെ മനാഫിന് കുറേ ഇൻ്റർവ്യൂകൾ കിട്ടി, അതേമാതിരി മനാഫിന് ആൾക്കാരുടെ ഇടയിൽ പബ്ലിസിറ്റി കിട്ടുകയാണ്, മനാഫ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് ഈ ഒരു പേര് പറഞ്ഞിട്ട്, അർജുൻ്റെ പേര് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? കാരണം എന്താ വെച്ചാൽ മനാഫിൻ്റെ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ജോലിക്കാരന് എന്നുള്ളതിനേക്കാളും ഉപരി ഒരു സഹോദരന് എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഈ മനാഫ് പോയിട്ട് എന്തെന്ന് അവിടെ പോയി നിന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അവനെ കിട്ടണം അവനെ കൊണ്ടേ ഇവിടേക്ക് നാട്ടിലേക്ക് മടങ്ങുള്ളൂ എന്നൊക്കെ ഉള്ള ഒരൊറ്റ വാശിപ്പുറത്ത് തന്നെയാണ് ഈ ഇത്രയും സമയം കൊണ്ട്, അതായത് ഇത്രയും ദിവസം പിടിച്ചു, 72 ദിവസത്തോളം പിടിച്ചു. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയും കിട്ടാൻ കാരണം, അതായത് അർജുനെ നമുക്ക് ഇങ്ങനെയും കിട്ടാൻ കാരണം ഈ ഒരു മനാഫിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം മനാഫിൻ്റെ ഇടപഴകലും ഒക്കെ കാരണം. എന്നിട്ട് അതിനൊക്കെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എന്താണ് അർജുൻ്റെ അളിയൻ പറയുന്നത്. പിന്നെ അർജുൻ്റെ അളിയൻ പറയുന്നുണ്ട്, ഈ 1ാം ഘട്ടം 2ാം ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഒരേ ദിശയിൽ തന്നെയാണ്, ഞങ്ങൾ ഒപ്പം തന്നെയാണ് പോയിരുന്നത്. അതായത് എന്താണ് അർജുൻ്റെ അളിയനും അതേമാതിരി മനാഫും ഒക്കെപ്പാട് ഒരുമിച്ച് തന്നെയാണ് ഇതിൻ്റെ ദൗത്യത്തിലും അതേമാതിരി ഓരോ 1ാം ഘട്ടവും 2ാം ഘട്ടമൊക്കെ തെരച്ചിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ 3ാം ഘട്ടം 4ാം ഘട്ടമൊക്കെ പോയപ്പോൾ മനാഫ് വഴി മാറിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവരിങ്ങനെ തോരാതെ ഇങ്ങനെ പറഞ്ഞ് അവസാനം എന്തായി, അവർ തന്നെ അവരോടുള്ള ഒരു സഹതാപം, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അർജുൻ്റെ കുടുംബം അല്ലെങ്കിൽ അർജുൻ്റെ വൈഫ് അല്ലെങ്കിൽ അർജുൻ്റെ കുട്ടി അല്ലെങ്കിൽ അർജുൻ്റെ അച്ഛന് അമ്മ പെങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അളിയൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്കൊക്കെ എന്താണ് അവരോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഈ ഒരു അപകടം വന്നതിന് ശേഷം ഈ അർജുൻ എന്ന് പറഞ്ഞൊരു ആ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ എന്താണ് സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലത് പതിഞ്ഞു. അർജുൻ്റെ മുഖം, ഏത് നട്ടപ്പാതിരാക്കും നമ്മൾ അർജുൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നൊക്കെ എണീക്കൂലേ, നെട്ടി ഉണരുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ പതിഞ്ഞൊരു മുഖമാണ് ഇപ്പോൾ ഈ അർജുന എന്നുള്ളത്. അപ്പോൾ ആ അർജുൻ്റെ സഹതാപത്തിലൂടെ തന്നെയാണ് ഈ ഒരു കുടുംബവും മുമ്പോട്ട് പോയിക്കുന്നത്. എന്നിട്ടും ഇവർ പറയണത് ഈ അർജുൻ്റെ സഹതാപം കൊണ്ട് മനാഫ് എന്താണ് പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടത്തിക്കുകയാണ്, അങ്ങനെ എന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താണ് അത്ര ഇല്ലാത്തടത്തൊന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, അളിയന് ജോലിയുണ്ട്, അതായത് അർജുൻ്റെ അനിയന് ജോലിയുണ്ട്, അർജുൻ്റെ പെങ്ങൾക്ക് ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും ഈ ദാരിദ്ര്യം പോലെ ഉള്ളതൊന്നുമല്ല, ഈ മനാഫ് കാരണം ഞങ്ങൾ ദാരിദ്ര്യം ഉള്ളതുപോലെയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരെ മുമ്പിൽ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പലയിടത്തേക്കും ജോലിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റണില്ല എന്നൊക്കെയാണ് ഇവർ പറയണത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു അർജുൻ്റെ എന്താണ് ശരീരം, അതായത് എന്താണ് അർജുൻ മരിച്ചിരിക്കണോ ജീവിച്ചിരിപ്പുണ്ടോന്നും ഒന്നും അറിയാതെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ അർജുൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ഗവൺമെൻറ് കൊടുത്തൊരു ജോലി, അതെന്തിനു നിങ്ങൾ സ്വീകരിച്ചു? ഒന്നല്ല നിങ്ങൾ എന്ത് ചെയ്യണം, അർജുൻ മരിച്ചിക്കണോ മരിച്ചിട്ടില്ല അതൊന്നും ഒരു കറക്റ്റായിട്ടുള്ളൊരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രം മതിയായിരുന്നല്ലോ ആ ജോലി നിങ്ങൾ ഏറ്റെടുക്കൽ. പക്ഷെ അതൊന്നും നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അർജുൻ മരിച്ചിക്കണോ മരിച്ചിട്ടില്ല ഒന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി, ജോലിയിൽ പ്രവേശിച്ചു. അതൊക്കെ നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ മുമ്പിൽ കൂടി എന്താണ് ക്യാമറമാരൊക്കെ വന്നപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിക്കണു, അതിന് പോസിയൊക്കെ ചെയ്തിക്കണു. പിന്നെ ഇപ്പോൾ എന്താ ഈ ഒരു മനാഫ്, അതായത് ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ മനാഫിനോട് മുമ്പിൽ ക്യാമറ ഇങ്ങനെ കൊടുന്നു വെക്കുമ്പോൾ മനാഫിന് സംസാരിക്കണേനെ നിങ്ങൾ ഇത്രത്തോളം കുറ്റപ്പെടുത്തി പറയണത്? കാരണം ഒരാൾ അതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വാഹനം എന്താണ് തിരയാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് എന്താണ് ഈ മാധ്യമപ്രവർത്തകർ ഈ ക്യാമറയുടെ ഒക്കെ ആയിട്ട് വരും, മൈക്കിങ് ക്യാമറ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ ഇതെന്താണ് ലോകം മുഴുവനുള്ള ആൾക്കാരെ അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് മനാഫൻ്റെ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പഴിചാരിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ ഇന്നലത്തെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് എന്താണ് ഒരു 10,000-15,000 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എന്തായി 2 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എന്തായി മനാഫിൻ്റെ ചാനൽ എന്തായി കുത്തനെ ഉയർന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മനാഫിനോടുള്ള ഇഷ്ടം തന്നെയാണ്, എല്ലാവരും മനാഫിനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരൊറ്റ വാർത്താ സമ്മേളനം വന്നതോടുകൂടി അർജുൻ്റെ കുടുംബത്തിനോടുള്ള എല്ലാ സഹതാപവും ജനങ്ങൾക്ക് എന്തായി എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.